ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇന്ന് ലോകാരോഗ്യ ദിനമാണ്. ഇന്ന് സമൂഹത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് അസുഖങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അസുഖങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ പിടികൂടും. ഒന്നാമതായി പാരമ്പര്യമായി കൂടുന്നത്, രണ്ടാമതായി ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളെ പിടികൂടുന്നത്, മൂന്നാമതായി നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അസുഖങ്ങൾ നമ്മെ പിടികൂടാറുണ്ട്. ഈ പറഞ്ഞതിൽ ആദ്യം പറഞ്ഞ പാരമ്പര്യമായി വരുന്നതും രണ്ടാമതായി പറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നതും നമുക്ക് തടയാൻ പ്രയാസമാണ്, എന്നാൽ പ്രതിരോധിക്കേണ്ടതുണ്ട് തീർച്ചയായും. മൂന്നാമതായി പറഞ്ഞ ജീവിതത്തിൽ പാലിക്കേണ്ട അച്ചടക്കമില്ലായ്മയിൽ നിന്ന് വരുന്ന അസുഖങ്ങൾ നമ്മൾ സ്വയം വരുത്തി വെക്കുന്നതാണ്. ഒരു പരിധിവരെ ജീവിതത്തിൽ സ്വയം അച്ചടക്കം പാലിച്ചാൽ സ്വയം വരുത്തി വെക്കുന്ന ഈ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാം. ഇന്ന് ലോകാരോഗ്യ ദിനമാണല്ലോ, അപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഇപ്രാവശ്യത്തെ ലോകാരോഗ്യ പ്രമേയം പ്രതീക്ഷയുള്ള ഭാവിയും ആരോഗ്യകരമായ തുടക്കവും എന്നതാണ്. 1948 ഒന്നാം ആരോഗ്യ അസംബ്ലിയാണ് ലോകാരോഗ്യ ദിനത്തിന് തുടക്കം കുറിച്ചതെങ്കിലും 1950 മുതലാണ് ഇത് ലോകത്തൊട്ടുക്കും ആചരിച്ചു തുടങ്ങിയത്. ആരോഗ്യ വെല്ലുവിളികളെക്കുറിച്ച് ഉള്ള അവബോധം വളർത്തിയെടുക്കുക, അത് പരിഹരിക്കാൻ ഉള്ള ശ്രമങ്ങൾ സംഘടിപ്പിക്കുകയുമാണ് ഈ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ ഒരു സന്ദേശം ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. യഥാർത്ഥ സമ്പത്ത് ആരോഗ്യമാണെന്നും അല്ലാതെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കഷ്ണങ്ങൾ അല്ല എന്നുമാണ് മഹാത്മാവ് നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ സന്ദേശം നമുക്ക് ഉൾക്കൊണ്ട് ഇനിയെങ്കിലും വരാനുള്ള നമ്മൾ സ്വയം വരുത്തി വെക്കുന്ന അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ ശ്രമിക്കണം എല്ലാവരും. പാരമ്പര്യമായി ആദ്യം മേൽ പറഞ്ഞതുപോലെ പാരമ്പര്യമായി വരുന്നതും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നതും എന്ന് രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാരമ്പര്യമായി വരുന്നത് നിവൃത്തിയില്ല, അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനൊരു പരിഹാരം. രണ്ടാമതായി പറഞ്ഞാൽ ജീവിത സാഹചര്യങ്ങൾ എന്നുദ്ദേശിച്ചത് നമ്മൾ ഓരോ ഇടങ്ങളിൽ താമസിക്കുമ്പോഴും വീട് വിട്ട് നിൽക്കുമ്പോഴും മറ്റും ഭക്ഷണക്രമത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും അങ്ങനെയൊക്കെ വരുന്ന അസുഖങ്ങളുണ്ട്. അതിനെയും നമുക്ക് പ്രതിരോധിക്കുക മാത്രമാണ് വഴിയുള്ളത്. പക്ഷേ മൂന്നാമതായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഈ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ സ്വയം വരുത്തി വെക്കുന്ന അസുഖങ്ങളാണ്. ഭക്ഷണ രീതികളും മറ്റുള്ള അത് മോശമാക്കി പറയുന്നതല്ല, അതെല്ലാം അനുകരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ നമ്മളെ തേടിയെത്തും. ഒരു പരിധിവരെ ഒക്കെ നമുക്കത് അവഗണിക്കാൻ സാധിക്കും, അത് തീർച്ചയാണ്. അത് അവഗണിക്കേണ്ടതുമുണ്ട്, നമ്മുടെ ആരോഗ്യം നിലനിർത്തേണ്ടതുമുണ്ട്. അതാണ് മഹാത്മാഗാന്ധി പറഞ്ഞ ഈ വാക്യം ഇവിടെ ഊന്നിപ്പറഞ്ഞത്. തീർച്ചയായും എല്ലാവരും ഈ ലോകാരോഗ്യ സംഘടനയുടെ ഈ ലോകാരോഗ്യ ദിനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഭാവിക്കും അസുഖങ്ങളില്ലാത്ത ഒരു ദിനങ്ങൾക്കുമായി ആശംസിക്കുകയാണ്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി ഉടനെ എത്താം. നന്ദി, നമസ്കാരം.